വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ ജനം TV എക്സ്ക്ലൂസീവായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന സുപ്രധാനമായ വാർത്തയിലേക്കാണ്. ബംഗ്ലാദേശിക്ക് ഭാരതത്തിൽ വോട്ടർ പട്ടികയിൽ കയറിക്കൂടിയത് വ്യാജ ആധാർ കാർഡ് ഉപയോഗിച്ച് ആധാർ നിർമ്മിച്ചത് കേരളത്തിൽ നിന്നുള്ള രേഖകൾ പ്രകാരം വർഷങ്ങളായി കേരളത്തിൽ താമസിച്ചു വരികയായിരുന്ന ഇമ്രാൻ മുൻസിയാണ് പിടിയിലായത്. പശ്ചിമ ബംഗാളിലെ ബോൺകാവ് നിയോജക മണ്ഡലത്തിലെ വോട്ടർ എന്നാണ് പരിഷ്കരിച്ച വോട്ടർ പട്ടികയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും മിലിറ്ററി ഇന്റലിജൻസും ചേർന്ന് ഇയാളെ പിടികൂടിയിരുന്നു. ജനം ബിഗ് എക്സ്ക്ലൂസീവ്. എന്തായാലും വിവരങ്ങളുമായി വിനീഷ് നമുക്കൊപ്പം ചേരുകയാണ്. വിനീഷ്, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇത്തരത്തിൽ ബംഗ്ലാദേശികൾ ഭാരതത്തിലേക്ക് കയറിക്കൂടുന്നത്, പ്രത്യേകിച്ച് കേരളത്തിൽ അവർക്ക് സഹായം ലഭിക്കുന്നതിനെ കുറിച്ച് നമ്മൾ നേരത്തെ തന്നെ വാർത്തകൾ നൽകിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു വ്യക്തിയെ തന്നെയാണ് നമ്മൾ ചൂണ്ടിക്കാട്ടുന്നത്, മുൻസി. എങ്ങനെയാണ് ഇത് സംബന്ധിച്ചുള്ള സുപ്രധാനമായ വിവരങ്ങൾ വിനീഷ്? തീർച്ചയായിട്ടും രാഗി സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് പറയേണ്ടത് വളരെ നിർണായകമായ തെളിവുകൾ തന്നെയാണ് ജനം TV ഇപ്പോൾ പുറത്തുവിടുന്നത്. ഭാരതത്തിൽ ബംഗ്ലാദേശിക്കും വോട്ട്, പ്രത്യേകിച്ച് പരിഷ്കരിച്ച വോട്ടർ പട്ടികയിൽ എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇതിന് കളമൊരുക്കിയതാകട്ടെ കേരളം എന്നതാണ് ഞെട്ടിക്കുന്ന സംഭവം എന്നതാണ് പുറത്തു വരുന്നത്. ഏറ്റവും പ്രധാനമായി കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മിലിറ്ററി ഇന്റലിജൻസും ആന്റി ടെററിസ്റ്റ് സ്ക്വാഡും നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് 14 ബംഗ്ലാദേശികളാണ്. ഈ 14 ബംഗ്ലാദേശികൾ എന്ന് പറയുന്നത് വ്യാജ ആധാർ കാർഡും വ്യാജ ഇലക്ഷൻ ഐഡിയും ഉപയോഗിച്ച് കേരളത്തിൽ താമസിച്ചു വരുന്നവരായിരുന്നു. ഇവരിൽ കൂടുതൽ പേരെ തിരയാനുള്ള അന്വേഷണം ഇപ്പോൾ മിലിറ്ററി ഇന്റലിജൻസിന്റെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ ATSന്റെ ഭാഗത്തു നിന്നും ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിന്റെ ഭാഗത്തു നിന്നും നടന്നു വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. കൊല്ലത്ത് നിന്ന് മാത്രം കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 14 പേരെ പിടികൂടി. ഒന്ന് കരുനാഗപ്പള്ളിയിൽ നിന്നും ഒപ്പം തന്നെ 10ഓളം പേരെ കരുനാഗപ്പള്ളിയിൽ നിന്ന് ചവറ, കൊട്ടാരക്കര എന്നീ മേഖലകളിൽ നിന്നാണ് 14 പേരെ കഴിഞ്ഞ ഒരാഴ്ചക്കകം പിടികൂടുന്നത്. ഇവരുടെ രേഖകൾ പരിശോധിച്ചതിൽ നിന്നാണ് ഞെട്ടിക്കുന്ന തെളിവുകൾ പുറത്തു വരുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഏറ്റവും നിർണായകമായത് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മിലിറ്ററി ഇന്റലിജൻസും ATSും ആന്റി ടെററിസ്റ്റ് സ്ക്വാഡും തമ്മിൽ പിടികൂടിയ ഇമ്രാൻ മുൻസിക്ക് വോട്ടുള്ളത് ഇന്ത്യയിലാണ് എന്ന് സംബന്ധിച്ചുള്ളതാണ്, ഭാരതത്തിലാണ് എന്ന് വ്യക്തമാക്കുന്ന രേഖകളാണ് ഇപ്പോൾ ജനം TV പുറത്തുവിടുന്നത്. കാരണം നിർണായകമായ രേഖകൾ എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. കേരളത്തിൽ ഇത്തരത്തിൽ വ്യാജ ആധാറും ഇലക്ഷൻ ഐഡിയൊക്കെ ഉണ്ടാക്കി നൽകാൻ ഒരു പ്രത്യേക സംഘം പ്രവർത്തിക്കുന്നു. ഒരു മത തീവ്രവാദ സംഘടനയുടെ നേതൃത്വത്തിൽ തന്നെ സംഘം പ്രവർത്തിക്കുന്നു എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ തന്നെയാണ് മിലിറ്ററി ഇന്റലിജൻസിനും ATSനും ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിനും ലഭിച്ചിരിക്കുന്നത് എന്നതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇമ്രാൻ മുൻസി എന്ന് പറയുന്ന ആ വ്യക്തി ബംഗ്ലാദേശി സ്വദേശിയാണ്. ഈ ബംഗ്ലാദേശി സ്വദേശിക്ക് പോലും ബംഗളൂരുവിൽ നിന്ന് ആധാർ സംഘടിപ്പിക്കുന്നു, അതിനുശേഷം കേരളത്തിലേക്ക് എത്തുന്നു. കേരളത്തിലെത്തി വീണ്ടും ഈ ആധാർ തിരുത്തിക്കൊണ്ട്, രേഖകൾ തിരുത്തിക്കൊണ്ട് മറ്റു ഇടപാടുകൾ നടത്താനുള്ള സൗകര്യങ്ങൾ കേരളത്തിലെ ഒരു വിഭാഗം ലോബികൾ നടത്തുന്നു. വലിയ അന്താരാഷ്ട്ര ആധാർ കാർഡും ഒപ്പം തന്നെ ഇലക്ഷൻ ID കാർഡും തെരഞ്ഞെടുപ്പ് ID കാർഡൊക്കെ അടിച്ചു നൽകുന്ന, വ്യാജമായി നിർമ്മിച്ചു നൽകുന്ന ഒരു വലിയ ലോബി തന്നെയാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് എന്ന സംബന്ധിച്ചുള്ള കണ്ടെത്തലുകളാണ് ഇപ്പോൾ മിലിറ്ററി ഇന്റലിജൻസിന്റെ ഭാഗത്തു നിന്നും ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിന്റെ ഭാഗത്തു നിന്നും കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ പ്രധാനമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത് ഇമ്രാൻ മുൻസിയെ കുറിച്ചുള്ള കാര്യമാണ്. ഈ ഇമ്രാൻ മുൻസിയുടെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത്, അത് ബംഗ്ലാദേശി IDയിലാണ് ഇമ്രാൻ മുൻസി എന്നുള്ളത്. അതിന്റെ രേഖകളും ജനം TV പുറത്തുവിടുന്നുണ്ട്. ഒപ്പം തന്നെ വ്യാജ ആധാർ കാർഡിലും ഇലക്ഷൻ ID കാർഡിലും ഈ ഇമ്രാൻ മുൻസിയുടെ പേര് സമീം മണ്ഡൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ സമീം മണ്ഡൽ എന്ന് പറയുന്നതിന്റെ രക്ഷകർത്താക്കൾ, പ്രത്യേകിച്ച് മാതാവും ഒപ്പം തന്നെ അച്ഛനും അമ്മയും ബാപ്പയും ഉമ്മയും കേരളത്തിലുണ്ട് എന്ന് സംബന്ധിച്ചുള്ള വിവരമാണ്. ഇവർ കുടുംബത്തോടു കൂടി കേരളത്തിലേക്ക് എത്തുന്നു എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരം തന്നെ മിലിറ്ററി ഇന്റലിജൻസിന് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവരെ പിടികൂടുന്നതും. എന്തായിരുന്നാലും ഈ രേഖകൾ പരിശോധിക്കുമ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങൾ, വർഷങ്ങളായി തന്നെ ഭാരതത്തിന്റെ പല ഭാഗങ്ങളിലായി ഇവർ താമസിച്ചു വന്നിരുന്നു എന്നതാണ് മിലിറ്ററി ഇന്റലിജൻസും ആന്റി ടെററിസ്റ്റ് സ്ക്വാഡും കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ നിർണായകമെന്ന് പറയുന്നത്, ഏറ്റവും പുതിയതായി പരിഷ്കരിച്ച വോട്ടർ പട്ടികയിൽ പോലും ഇവർ കടന്നുകൂടിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം. ഇമ്രാൻ നസീർ ഏറ്റവും പ്രധാനമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, വർഷങ്ങളായി തന്നെ കേരളത്തിലുണ്ട്. കേരളത്തിലെത്തി വാടകയ്ക്ക് താമസിച്ച്
ചില ലോബികളുടെ ഇടപെടൽ പ്രത്യേകിച്ച് കേരളത്തിലെ ചില ആളുകളുടെ ഇടപെടൽ, പ്രത്യേകിച്ച് ഒരു മത തീവ്രവാദ സംഘടനകളുടെ നേതൃത്വം നൽകുന്ന വ്യക്തികളുടെ ഇടപെടൽ മൂലം ഈ ഇമ്രാൻ നസിക്ക് പുതുതായുള്ള രേഖകൾ സൃഷ്ടിക്കാനുള്ള അവസരമൊരുക്കി ചില അക്ഷയ കേന്ദ്രങ്ങൾ വഴി അത്തരത്തിലുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കാനുള്ള ഒരു പ്രത്യേക ലോബി തന്നെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള കണ്ടെത്തലുകൾ തന്നെയാണ് മിലിറ്ററി ഇന്റലിജൻസ് കണ്ടെത്തിയിട്ടുള്ളത്, ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഞെട്ടിക്കുന്ന തെളിവുകൾ പുറത്തു വരുന്നത്. ഈ ബംഗ്ലാദേശികൾക്ക് ഭാരതത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ, നമ്മൾ ഇപ്പോൾ പുറത്തുവിട്ടത് ഒരു തെളിവ് മാത്രമാണ്, ഇതിന് സമാനമായ നിരവധി രേഖകൾ മിലിറ്ററി ഇന്റലിജൻസിന് ലഭിച്ചിട്ടുണ്ട്, ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിന് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. വ്യാജ ആധാർ കാർഡും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ID പോലും, ഇലക്ഷൻ ID പോലും വ്യാജമായി നിർമ്മിക്കുന്നു. നമ്മൾ സാധാരണഗതിയിൽ കേൾക്കുന്നത് വ്യാജ ആധാർ കാർഡ് നിർമ്മിക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള രേഖകളാണ്. പക്ഷേ അതിനപ്പുറം ഒരു ഇന്ത്യൻ പൗരനാകാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നിർമ്മിക്കാൻ സാധിക്കുന്നു എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ രേഖകൾ, പ്രത്യേകിച്ച് വ്യാജ ആധാർ ID, വ്യാജമായ ഇലക്ഷൻ ID, ഒപ്പം തന്നെ റേഷൻ കാർഡിൽ പോലും, കേരളത്തിലെ റേഷൻ കാർഡിൽ പോലും ഇവർ കയറി പറ്റുന്നു. അതിനായി കേരളത്തിൽ ഒരു പ്രത്യേക ലോബി പ്രവർത്തിക്കുന്നു. ബംഗളൂർ കേന്ദ്രീകരിച്ചും വെസ്റ്റ് ബംഗാൾ കേന്ദ്രീകരിച്ചും കേരളം കേന്ദ്രീകരിച്ചും ഇവർ 3 മേഖലകൾ കേന്ദ്രീകരിച്ച് വ്യക്തമായ ലിങ്കിന്റെ അടിസ്ഥാനത്തിൽ, ഈ ലിങ്കുകൾ ഒരു പ്രത്യേക ലോബിയുടെ അടിസ്ഥാനത്തിൽ ഈ ലിങ്കുകാരാണ് കേരളത്തിലേക്ക് ഈ ബംഗ്ലാദേശികളെ റിക്രൂട്ട് ചെയ്യുന്നത്. അത് ഒരു പ്രത്യേക മതവിഭാഗം കൃത്യമായി കൂട്ടമായി താമസിക്കുന്ന സ്ഥലത്തേക്ക് തന്നെയാണ് ആദ്യമായി ഇവരെ എത്തിക്കുന്നത്. അതിനുശേഷം ഇവിടെ വച്ച് കേരളത്തിലെ കരുനാഗപ്പള്ളിയിലെ മേഖലകൾ കേന്ദ്രീകരിച്ച്, കൊല്ലം കരുനാഗപ്പള്ളിയിലെ മേഖലകൾ കേന്ദ്രീകരിച്ച് ഇവർക്ക് വ്യാജമായ ആധാറും വ്യാജമായ തെരഞ്ഞെടുപ്പ് ID കാർഡും ഒക്കെ, ഇലക്ഷൻ ID കാർഡും ഒക്കെ നൽകിക്കൊണ്ട് മൊത്തമായി അവരെ ഭാരതീയനാക്കാനുള്ള ഒരു ശ്രമം ചില വ്യക്തികൾ, ചില ലോബികൾ നടത്തുന്നു. ഇത് വ്യക്തികൾ എന്നതല്ല, ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ, ഒരു മതസംഘടനയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് നടത്തി വരുന്നു എന്ന് സംബന്ധിച്ചുള്ള തെളിവുകൾ തന്നെയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഇവർ വ്യാജമായി നിർമ്മിച്ച വോട്ടർ ID ഒപ്പം തന്നെ ആധാർ കാർഡിന്റെ ആ പതിപ്പാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. ഇമ്രാൻ മുൻസി ബംഗ്ലാദേശുകാരന് ഭാരതീയനാക്കാൻ വേണ്ടി ചുക്കാൻ പിടിച്ചത് കേരളത്തിലുള്ള ചിലരാണ് എന്നുള്ളതാണ് വിനീഷ് സൂചിപ്പിച്ചത്. അതായത് ഇതൊരു ലോബിയായി മാത്രം നമ്മൾ ഒതുക്കേണ്ട വിഷയമല്ല, രാജ്യവിരുദ്ധ നീക്കത്തിനാണ് ഈ കേരളത്തിൽ നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടെന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത്. ഇവിടെ ചിലർ അതിനുവേണ്ടി രാജ്യവിരുദ്ധ നീക്കത്തിനാണ് ചുക്കാൻ പിടിച്ചിരിക്കുന്നത്. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. നേരത്തെ ബംഗ്ലാദേശി ഭീകരൻ പത്തനംതിട്ടയിൽ വന്ന 5 വർഷം പാത്തു, എന്നിട്ട് 5 വർഷം കഴിഞ്ഞതിന് ശേഷം ഇയാൾ ഇവിടെ നിന്ന് സുഖമായി രക്ഷപ്പെട്ടു. എന്നിട്ടും ഇവിടെ നമ്മുടെ ആഭ്യന്തര വകുപ്പ് ഇതൊന്നും തന്നെ അറിഞ്ഞില്ല എന്നുള്ളതാണ്. ജനം TV ആണ് പ്രേക്ഷകരിലേക്ക് ആ വാർത്ത എത്തിച്ചത്. അതായത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, ഇനിയും ഒരുപാട് പേർ ഇത്തരത്തിൽ ഒളിഞ്ഞു കിടപ്പുണ്ട് എന്നുള്ളതല്ലേ വിനീഷ്? തീർച്ചയായിട്ടും നമ്മൾ സൂചിപ്പിക്കുന്നത് പോലെ നേരത്തെ രാജ്യവിരുദ്ധ ശക്തികൾ സംസ്ഥാനത്ത് താവളമാക്കുന്നു എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പല ഘട്ടങ്ങളിലായി പുറത്തു വന്നതാണ്. ആ തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ ജനം TV പുറത്തുവിടുന്നത്. അത് കൂടുതൽ ഉറപ്പിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ. പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയാനുള്ളത്, സംസ്ഥാനത്ത് അന്താരാഷ്ട്ര രാജ്യവിരുദ്ധ ശക്തികളുടെ പിന്തുണയോടുകൂടി സംസ്ഥാനത്ത് നിരവധി ബംഗ്ലാദേശികൾ ഇപ്പോഴും എത്തുന്നുണ്ട്. അവർക്ക് തടയിടാൻ സംസ്ഥാന പോലീസിനോ സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗത്തിനോ സാധിക്കുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് വ്യക്തമായി ലഭിച്ച സൂചനകൾ പ്രകാരം മിലിറ്ററി ഇന്റലിജൻസിന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡും മിലിറ്ററി ഇന്റലിജൻസും സംയുക്തമായി ഒരു തിരച്ചിൽ ഈ കരുനാഗപ്പള്ളിയിൽ നടത്തുന്നത്. ഈ കരുനാഗപ്പള്ളിയെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം ഉണ്ടാകുന്നത് തന്നെ ഇവിടെ ഒരു അന്താരാഷ്ട്ര ലോബി, രാജ്യവിരുദ്ധ ശക്തികളുടെ ഒരു അന്താരാഷ്ട്ര ലോബി പ്രവർത്തിക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മിലിറ്ററി ഇന്റലിജൻസും ആന്റി ടെററിസ്റ്റ് സ്ക്വാഡും സംയുക്തമായ ഒരു തിരച്ചിൽ നടത്തുന്നത്. ആ സംയുക്തമായ തിരച്ചിലാണ് ഈ പ്രതികളെ പിടികൂടുന്നത്. അല്ലെങ്കിൽ രാജ്യവിരുദ്ധ ശക്തികൾ ഇവിടേക്ക് എത്തുമ്പോൾ അവർക്ക് സംരക്ഷണം ഒരുക്കുന്ന ഒരു സംവിധാനം സംസ്ഥാനത്ത് നിലനിൽക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കരുനാഗപ്പള്ളി കേന്ദ്രീകരിച്ചുള്ള ചില അക്ഷയ സെന്ററുകൾ, ചില വ്യക്തികൾ, ചില അന്താരാഷ്ട്ര രാജ്യവിരുദ്ധ ലോബികളെ സംരക്ഷിക്കുന്ന, അവർക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കുന്ന ദേശവിരുദ്ധരായ സംസ്ഥാനത്തിലെ ചില മതസംഘടനകളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവർ, അങ്ങനെയുള്ള നിരവധി പേരെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ കരുനാഗപ്പള്ളി കേന്ദ്രീകരിച്ച് ഇവരുടെ പ്രവർത്തനം സജീവമാക്കുന്നത്. ഇവിടെ അന്താരാഷ്ട്ര രാജ്യവിരുദ്ധ ശക്തികളുടെ ലോബികൾ പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം,
ഇവർക്ക് വ്യാജ ID കാർഡും വ്യാജ ആധാർ കാർഡും നിർമ്മിക്കുന്നതിൽ ഒരു അന്താരാഷ്ട്ര ലിങ്ക് തന്നെ ഉണ്ടാകുന്നു. അതിൽ പ്രധാനപ്പെട്ടത് ബംഗ്ലാദേശിൽ നിന്ന് കേരളത്തിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യാൻ ഒരു പ്രത്യേക ഏജൻസി ആദ്യം ബംഗ്ലാദേശിൽ നിന്ന് ബംഗളൂരുവിലേക്ക് എത്തുന്നു. ബംഗളൂരിൽ നിന്ന് കേരളത്തിലേക്ക് കരുനാഗപ്പള്ളിയിലേക്ക് എത്തുന്ന സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നിർണായകമായ വിവരങ്ങൾ തന്നെയാണ് മിലിറ്ററി ഇന്റലിജൻസിന് ലഭിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ സംസ്ഥാനത്തെ ATSഉം ആന്റി ടെററിസ്റ്റ് സ്ക്വാഡും മിലിറ്ററി ഇന്റലിജൻസും സംയുക്തമായി നടത്തി വരുന്നത്. അതിലെ പ്രധാനപ്പെട്ട നിർണായകമായ തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ ജനൻ TV പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും ഈ എന്താണ് ഭീകരവിരുദ്ധ സേന ഈ വിഷയത്തിൽ നടപടി ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ നമ്മുടെ ആഭ്യന്തര വകുപ്പ്, നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ ഇതുവല്ലതും അറിഞ്ഞിട്ടുണ്ടോ വിനീഷ്? അതായത് നമ്മൾ നേരത്തെ തന്നെ ബ്രേക്ക് ചെയ്ത വാർത്തയാണ് ഇത്തരത്തിൽ പത്തനംതിട്ടയിൽ ഒരു ബംഗ്ലാദേശ് ഭീകരനെത്തുന്നു, ഒപ്പം തന്നെ ഈ ബംഗ്ലാദേശികൾ കൂട്ടത്തോടെ നുഴഞ്ഞു കയറുന്ന സംഭവമൊക്കെ. അപ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ ഒരു എന്താണ് അവരുടെ ഒരു ഉത്തരവാദിത്തമുണ്ടല്ലോ. എന്തെങ്കിലും നടപടികളിലേക്ക് നമ്മുടെ ആഭ്യന്തര വകുപ്പ് കടന്നിട്ടുണ്ടോ വിനീഷ്? തീർച്ചയായിട്ടും സംസ്ഥാന പോലീസിന്റെ ചുമതല എന്ന് പറയുന്നത് അന്യ സംസ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ അന്യ സംസ്ഥാന തൊഴിലാളികളായി സംസ്ഥാനത്തേക്ക് എത്തുന്നവരുടെ കൃത്യമായ രേഖകൾ പരിശോധിക്കേണ്ട ചുമതല സംസ്ഥാന പോലീസിനാണ്. അതാത് പോലീസ് സ്റ്റേഷൻ പരിധികളിൽ എത്ര അന്യ സംസ്ഥാന തൊഴിലാളികളുണ്ട്, അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇപ്പോൾ ഇവിടെ ആ സ്റ്റേഷൻ പരിധിയിൽ പ്രവർത്തിക്കുന്നു, ജോലി സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നു എന്നെ സംബന്ധിച്ചുള്ള പരിശോധന നടത്തേണ്ടത് സംസ്ഥാന പോലീസിന്റെ ചുമതലകളാണ്. ഈ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ മറവിലാണ് ബംഗ്ലാദേശികൾ സംസ്ഥാനത്തേക്ക് എത്തുന്നത്. അവർക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നതാകട്ടെ സംസ്ഥാനത്തിൻ്റെ ഭരണകൂട സംവിധാനമാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഒരു ആധാർ കാർഡ് വ്യാജമായി നിർമ്മിച്ച് ഇലക്ഷൻ ID വ്യാജമായി നിർമ്മിച്ച് സംസ്ഥാനത്ത് അങ്ങനെ സുഗമമായി ഇവർ കഴിയുമ്പോൾ ഈ രാജ്യവിരുദ്ധ ശക്തികൾ, ഈ രാജ്യവിരുദ്ധത സംസ്ഥാനത്ത് ആക്കം കൂട്ടാൻ ഇവർ അങ്ങനെ ഒരുമിക്കുമ്പോൾ ഇവിടെ നോക്കുകുത്തിയാകുന്നത് സംസ്ഥാന പോലീസാണ്. പ്രാഥമികമായി ഇവരുടെ കൃത്യമായ രേഖകൾ കൃത്യമായി പരിശോധിക്കേണ്ടത് സംസ്ഥാന പോലീസ് എന്നിരിക്കെ ആ സംസ്ഥാന പോലീസിന്റെ ഇടപെടൽ സംസ്ഥാനത്ത് ഓരോ പോലീസ് സ്റ്റേഷൻ പരിധിയിലും കുറയുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ വ്യാജമായ ID കാർഡും ആധാർ കാർഡും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ബംഗ്ലാദേശികൾ കേരളത്തിലേക്ക് എത്തുമ്പോൾ അവരുടെ നാഷണാലിറ്റി തെളിയിക്കുന്ന ബംഗ്ലാദേശി ID കാർഡ് പോലും അവർ ഒരു ഘട്ടത്തിൽ പോലും അതിനെ കളയുന്നില്ല, അത് കയ്യിൽ സൂക്ഷിക്കുന്നു എന്നതാണ് തെളിവുകൾ. ആ കയ്യിൽ സൂക്ഷിച്ചുകൊണ്ട് വ്യാജമായ ഇന്ത്യൻ നാഷണാലിറ്റി എന്ന് പറയുന്ന ഭാരതീയൻ്റെ ID കാർഡായ ആധാർ കാർഡ് അവർ വ്യാജമായി സൃഷ്ടിക്കുന്നു, തിരഞ്ഞെടുപ്പ് ID കാർഡ് വ്യാജമായി സൃഷ്ടിക്കുന്നു. അപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർ കേരളത്തിൽ സുഗമമായി ജോലിക്ക് വന്ന് ജീവിക്കാൻ വന്നവരല്ല എന്നതാണ്. കാരണം അവൻ്റെ ബംഗ്ലാദേശി ID അവൻ ഒരു ഘട്ടത്തിൽ പോലും കളയാതെ അവൻ്റെ കയ്യിൽ സൂക്ഷിക്കുന്നതിന് പിന്നിൽ രാജ്യവിരുദ്ധ ശക്തികളുടെ ഇടപെടലുണ്ട് എന്നതാണ്. ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലം, രാജ്യവിരുദ്ധമായ പ്രവൃത്തികൾ സംസ്ഥാനത്ത് ചെയ്തതിന് ശേഷം ഇവർക്ക് ബംഗ്ലാദേശിലേക്ക് സുഗമമായി കടക്കാനാണ് ഈ ID കാർഡ് കൈവശം വച്ചിരിക്കുന്നത് എന്നതാണ് മിലിറ്ററി ഇന്റലിജൻസിന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ. വിനീഷ്, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും ഒന്ന് ആലോചിക്കുക, കേരളത്തിലെ ഇതര സംസ്ഥാന തൊഴിലാളികളെ കൃത്യമായി മോണിറ്റർ ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ വിവരങ്ങൾ രേഖപ്പെടുത്താൻ ഇവിടെ അതിഥി എന്നൊരു പോർട്ടലുണ്ട്. അത് ഇവിടുത്തെ എത്ര പോലീസ് ഉദ്യോഗസ്ഥർക്കറിയാം, ലേബർ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർക്ക് ഇതിനെപ്പറ്റി യാതൊരുവിധ ധാരണയുമില്ലേ? പിന്നെ ഈ അതിഥി പോർട്ടൽ എന്തിനാണ് ഇത്തരത്തിൽ ഉപയോഗിക്കുന്നത്? ഇതിൽ കൃത്യമായ പരിശോധനകൾ നടക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ബംഗ്ലാദേശികൾ ഇവിടെ നുഴഞ്ഞു കയറുന്നത്. ഒപ്പം മറ്റൊരു കാര്യം കൂടി പറയണം, ഈ ഓപ്പൺ 6 ഫോറം ഉണ്ട്. അതായത് എനിക്ക് തോന്നുന്നത് ഈ തദ്ദേശ തലത്തിൽ വലിയ രാഷ്ട്രീയ പിന്തുണയില്ലാതെ ഈ ബംഗ്ലാദേശിക്ക് ഇവിടെ നുഴഞ്ഞു കയറാൻ സാധിക്കില്ല. കാരണം ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ കടന്നു വെറുതെ കയറി കൂടുകയല്ലല്ലോ, കൃത്യമായി അതിന് രേഖകൾ സംഘടിപ്പിക്കുന്നുണ്ട്, ആധാർ സംഘടിപ്പിക്കുന്നുണ്ട്, വോട്ടർ ID സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിന് കൃത്യമായ ഒരു സഹായം കേരളത്തിന്റെ മണ്ണിൽ നിന്ന് തന്നെ ലഭിക്കുന്നു എന്ന് പറയുമ്പോഴാണ് സ്ഥിതി ഗുരുതരമാക്കുന്നത് എന്നുള്ളതാണ്. രാജ്യവിരുദ്ധ നീക്കമാണ് നടക്കുന്നത്. അതായത് ഫോം 6, അത് തദ്ദേശ തലത്തിൽ ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ കയറി കൂടണമെങ്കിൽ ഫോം 6 അത് ശുപാർശ ചെയ്യണം ആരെങ്കിലും, ശക്തമായ രാഷ്ട്രീയ സാധനങ്ങൾ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രതിനിധികളോ ആരെങ്കിലും. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന് ആരാണ് അത് ശുപാർശ ചെയ്തത്? അതൊക്കെ നമുക്കറിഞ്ഞാൽ ഇതിൻ്റെ ഒരു വലിയ രീതിയിലുള്ള പിന്നണിയിലെ വലിയ ഒരു ചടുവരയിലേക്ക് എത്തിച്ചേരും. എന്തായാലും വിനീഷ് ബ്രേക്ക് ചെയ്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കേരളം ഞെട്ടുന്ന ഒരു വാർത്ത തന്നെയാണ് രാഖി.